തീർച്ചയായും, യുവർ ഓണർ. Yes. Then complete the procedures. താങ്ക് യു, യുവർ ഓണർ. മിസ്റ്റർ മേക്കാടൻ, താങ്കൾ ശ്രീ വാസുദേവൻ നായരുടെ കാർ റെയ്ഡ് ചെയ്തത് കഴിഞ്ഞ മാസം 19-ാം തീയതി ലഭിച്ച ഏതോ അനോണിമസായ ടെലിഫോണിക് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ആ അശരീരി താങ്കളെ തേടിയെത്തിയത് ഉദ്ദേശം എത്ര മണിക്കാണ്? അത് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പോയത് നേരത്താ. അപ്പോ ഉദ്ദേശം ഒരു 2-2:30 മണിയായി കാണും. അത് കഴിഞ്ഞ് അരമണിക്കൂറിനകം താങ്കൾ കാർ റെയ്ഡ് ചെയ്യുകയും തൊണ്ടി സാധനം പിടിച്ചെടുക്കുകയും ചെയ്തു. അശരീരി സത്യമായി അല്ലേ? അതെ, അങ്ങനെ തന്നെ. പിന്നെ ഇത്തരത്തിലുള്ള അനോണിമസ് കാർഡ്സും അശരീരിയും ഒക്കെ പോലീസിന് വലിയ സഹായമാ. പോരാഞ്ഞ് ഞങ്ങൾ ഈയിടെ നടത്തിയ ജനസമ്പർക്ക പരിപാടിക്ക് ശേഷം നാട്ടുകാർ തന്നെ ഇത്തരം കേസുകൾ വിളിച്ചു പറയാറുള്ളത് സ്വാഭാവികമാ. കം ടു ദ പോയിന്റ്. താങ്കൾ കുറ്റപത്രത്തിൽ റെയ്ഡിന്റെ സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് 2:40 PM എന്നാണ്. അപ്പോൾ താങ്കൾക്ക് അനോണിമസ് ഇൻഫർമേഷൻ ലഭിച്ചത് ഏകദേശം 2 മണി കഴിഞ്ഞ് 10 മിനിറ്റുകൾക്കുള്ളിലാണ്. Am I right? ആയിരിക്കും. സമയം കണക്കാക്കുമ്പോൾ അങ്ങനെ വരുന്നെങ്കിൽ അങ്ങനെ. അതാണല്ലോ മിസ്റ്റർ മേക്കാടൻ പ്രശ്നവും. സമയം ശരിയാവുന്നില്ല. അതായത് അന്നുച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ ശ്രീ വാസുദേവൻ നായർ വക KL 70-2940 സ്കോഡ കാർ ടൗണിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അല്ലേ, അതെങ്ങനാ ശരിയാവുന്നേ? എനിക്ക് ഫോൺ വരുമ്പോ തന്നെ അത്രയും സമയം ആയി കാണൂന്നല്ലേ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ്. പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ? അതാണ് സർ, ശരിയാവാത്ത ചില കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. അതായത് ഫെബ്രുവരി 19 ഉച്ചയ്ക്ക് 2:10 മേൽപ്പറഞ്ഞ കാർ പോലീസ് പരിശോധിച്ചിരുന്നു എന്നതിന് തെളിവുണ്ട്. ആന്റി കറപ്ഷൻ സെല്ലിലെ ടൗൺ സർക്കിൾ 2 മൊബൈൽ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഇതേ വണ്ടി ബൈപ്പാസ് റോഡിൽ വെച്ച് പരിശോധിക്കുകയായിരുന്നു. താങ്കൾ പറയുന്ന ആ സമയത്ത് ബറ്റാലിയൻ ലീഡർ CI റഷീദാണ് വണ്ടി പരിശോധിച്ചത്. അദ്ദേഹം ഈ വിധത്തിൽ ട്രാങ്കുലൈസിംഗ് കെമിക്കൽസോ അസ്വാഭാവികമായ മറ്റെന്തെങ്കിലുമോ കാറിൽ കണ്ടതായി പറയുന്നില്ല. യുവർ ഓണർ, ഇത് CI റഷീദ് കോടതി മുമ്പാകെ സമർപ്പിക്കുന്ന സത്യവാങ്മൂലമാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ, ഇത് നിലനിൽക്കുന്ന വാദമല്ല. ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെയും റെയ്ഡ് നടത്തിയതിൻ്റെയും സമയപരിധിക്കിടയിലെ സംഭവവികാസങ്ങൾ ഈ കേസിൽ പരിഗണന അർഹിക്കുന്നില്ല. 2 റെയ്ഡുകളിൽ ഒന്നിൽ തൊണ്ടി സാധനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഇതാദ്യമായിട്ടുമല്ല. രണ്ടാമത് റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥന്റെ കാര്യക്ഷമതയാണ് അത് വെളിപ്പെടുത്തുന്നത്. My learned counselor, Mr. Bhattadari, will you please let me pose the argument? I beg you let me to proceed. ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വിയോജിക്കുന്നില്ല. പക്ഷേ മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഇവിടെ. I beg you, Your Honor, please let me proceed the argument. Objection overruled. Your Honor, 2:10 നടന്ന റെയ്ഡിൽ കണ്ടെത്താനാവാത്ത ഈ കെമിക്കൽസ് 2:40 കാറിൽ വന്നതെങ്ങനെയെന്നത് ചിന്തിക്കേണ്ടതുണ്ട്. മിസ്റ്റർ മേക്കാടൻ, താങ്കൾ തൊണ്ടി സാധനങ്ങൾ പിടിച്ചെടുത്തത് എവിടെ നിന്നാണ്? അല്ലേ, അത് കൊള്ളാം. കാറിൽ നിന്നല്ലേ അത് കിട്ടിയത്? അത് ശരി. അപ്പോൾ കാറിൽ നിന്നല്ലെന്ന് മിസ്റ്റർ മേക്കാടന് സംശയമുണ്ടോ? കാറിൽ എവിടെ വെച്ചിരിക്കുകയായിരുന്നു അതെന്നാണ് ചോദിച്ചത്. ഓ, അങ്ങനെ. ഡാഷ്ബോർഡിനുള്ളിലൊരു യൂട്ടിലിറ്റി ബാഗിലായിരുന്നു സാധനം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവച്ചേച്ച് പോയതാണെന്ന് ആരും പറയത്തില്ലല്ലോ. കാരണം കാറിനകത്തല്ലായിരുന്നോ സാധനം? അപ്പോ അതും മിസ്റ്റർ മേക്കാടന് തന്നെ അറിയാം. എന്തോന്ന്? അല്ല, കാറിൽ നേരത്തെ ഇല്ലാതിരുന്ന സാധനം പിന്നെ ആരെങ്കിലും കൊണ്ടുവയ്ക്കാതെ അവിടെ വരില്ല എന്നത്. യുവർ ഓണർ, ഇത് സതുദ്ദേശപരമല്ല. ഔദ്യോഗിക കർത്തവ്യം നിർവഹിച്ചതിൻ്റെ പേരിൽ എൻ്റെ കക്ഷിക്കുമേൽ
പഴിചാരി വാദമുഖം ഉന്നയിക്കാൻ ഒരു നീതിശാസ്ത്രവും അനുവദിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. യുവർ ഓണർ, ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുതാപ്പുറം വായിക്കുകയാണ്. കാറിൽ മുൻപില്ലാതിരുന്ന ട്രാങ്കുലൈസിംഗ് കെമിക്കൽസ് പിന്നീട് ആരോ കൊണ്ടുവച്ചതാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ മേക്കാടൻ അത് കൊണ്ടുവച്ചു എന്നിവിടെ പറഞ്ഞിട്ടില്ല. ആ അർത്ഥങ്ങളൊക്കെയും നമ്മുടെ ലേൺഡ് കൗൺസിലർ സ്വയം കണ്ടെത്തിയതാണ്. യുവർ ഓണർ, ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ എഴുതാപ്പുറം വായിക്കുകയാണ്. കാറിൽ മുൻപില്ലാതിരുന്ന ട്രാങ്കുലൈസിംഗ് കെമിക്കൽസ് പിന്നീട് ആരോ കൊണ്ടുവച്ചതാണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ മേക്കാടൻ അത് കൊണ്ടുവച്ചു എന്നിവിടെ പറഞ്ഞിട്ടില്ല. ആ അർത്ഥങ്ങളൊക്കെയും നമ്മുടെ ലേൺഡ് കൗൺസിലർ സ്വയം കണ്ടെത്തിയതാണ്. ട്രാങ്കുലൈസിംഗ് കെമിക്കൽസിൻ്റെ പ്രസൻസ് പുതിയതായി ഉണ്ടായതാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതെങ്ങനെ എന്നതിൻ്റെ ന്യായീകരണവും പ്രധാനമാണിവിടെ. ഓഫ് കോഴ്സ് യുവർ ഓണർ, തീർച്ചയായും അത് അസംഭവ്യമല്ല. യുവർ ഓണർ, മേ ഗ്രാൻഡ് പെർമിഷൻ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. യെസ്, യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. യെസ്. കാറിൽ ഡ്രഗ്സ് കൊണ്ടുവച്ചത് മറ്റൊരാളാണ്, ഡോക്ടർ അബു സലീം. അദ്ദേഹത്തെ കോടതി മുമ്പാകെ ഹാജരാക്കാൻ അനുവദിക്കണം. യെസ്, പെർമിഷൻ ഗ്രാൻഡഡ്. താങ്ക് യു യുവർ ഓണർ. ഡോക്ടർ അബു സലീം, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ്സ് ആൻഡ് ഡെർമറ്റോളജിയിലെ സീനിയർ സയന്റിസ്റ്റ്. യുവർ ഓണർ, യഥാർത്ഥത്തിൽ ഡോക്ടറുടേതാണ് ഈ റോ കെമിക്കൽ സാമ്പിൾസ്. ഇത്തരത്തിലെ റോ സാമ്പിൾസ് കൈവശം വയ്ക്കാനുള്ള ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെയും ഇന്റർനാഷണൽ ഡ്രഗ്സ് കൺട്രോൾ ബോർഡിന്റെയും ലൈസൻസ് ഇദ്ദേഹത്തിനുണ്ട്. ഡോക്ടർക്ക് കോടതി എന്തെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടോ? ആക്ച്വലി ഇവിടെ പറയുന്ന സാമ്പിൾസ് പെപ്റ്റൈഡിൻ്റെയും ഡൈസോഫോമിൻ്റെയും അളവ് കൂടിയ സാമ്പിൾസ് എൻ്റേതാണ്. ഞാൻ പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസിൻ്റെ ആക്ഷൻ കൊണ്ടുണ്ടാവുന്ന സൈക്കോസൊമാറ്റിക് സിൻഡ്രോംസിൻ്റെ മെഡിസിനുള്ള പ്രതികരണങ്ങളിൽ ചില റിസർച്ചിലാണ്. ഓഫ് കോഴ്സ് യുവർ ഓണർ, മേ ലുക്ക് ഇൻടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റഡീസ്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് പോലീസ് ആ വണ്ടി പിടിച്ചെടുത്തുകൊണ്ട് പോയത്. സർ, ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. Any more questions? No, Your Honor. That's all. കലക്കി. തകർപ്പൻ പ്ലാൻ. ശരിക്കും പറയാണേ മറുപടിയില്ലാത്ത ഗോളെന്നൊക്കെ പറയുമ്പോഴിരിക്കും. സത്യം പറയാലോ, എന്റെ കണ്ണങ്ങ് മഞ്ഞളിച്ചു പോയി. അല്ലേ, നമ്മുടെ രാക്ഷസം ഭട്ടതിരിയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പിഴിഞ്ഞെറിഞ്ഞ നാരങ്ങയുടെ കൂട്ട്. പക്ഷെ പറയാറായിട്ടില്ലെന്നേ. എനിക്കിഷ്ടപ്പെട്ടു. ഭട്ടതിരി ആള് മോശക്കാരനല്ല. അതെ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവിനാണ് ഞാനൊന്ന് കലക്കും. അതിനിനിയും ചില മരുന്നുണ്ടടി മണപ്പുറത്തെ ഈ കുഞ്ഞിന്റെ കയ്യിലും. നീ നോക്കിക്കോ. വെട്ടുകുറിഞ്ഞിലെ ഉണ്ണീശോയുടെ പള്ളിയില് ഒരു നൊവേനയും കൂടെ അങ്ങ് നേർന്നോ, നമുക്ക് ആർഭാടായിട്ട് അങ്ങ് കൂടിക്കളയാന്നേ. അതെ, അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം അങ്ങ് വിട്ടുപോയേ. ഡ്രഗ്സിന്റെ സാമ്പിൾസിന്റെ ഉത്തരവാദിത്വം കൊണ്ട് ഒരു ഡോക്ടർ വന്നല്ലോ. അതാരാ പഹേൻ? നീ വല്ലയിടത്തുനിന്നും ഒപ്പിച്ചു പറ്റിച്ചാന്നോ? അതൊക്കെ ഒപ്പിച്ചടി. നമ്മളൊന്ന് ഇറങ്ങി മെനക്കെട്ട ഇതും ഇതിനപ്പുറവും നടക്കും. നിനക്ക് വേണോ ഇതേ കൂട്ടത്തെ മുതലിനെ? രണ്ടൂന്നെണ്ണത്തിന് ഒപ്പിക്കട്ടെ. എന്നാ പിന്നെ കാണാൻ വക്കീലേ. ഓക്കെ, എല്ലാം ഞാൻ നോക്കിക്കോളാം. ആ, ഓക്കെ. ആ, ആൻസി കുഞ്ഞേ, ഒന്ന് നിന്നേ. ആൻസി വേണ്ട, നമുക്ക് പോവാം. ഹലോ,
നിങ്ങളെ തന്നെ. വേണ്ട ആൻസി, നമുക്ക് പോവാം. ഹലോ, മണക്കാട്ട കുഞ്ഞിനെ തന്നെ വിളിച്ചേ. ഒന്ന് നിന്നേ. എന്തുവാ മേക്കാടൻ സാറേ, പോയില്ലയോ? അതോ തീർന്നില്ലയോ? ഇനിയുണ്ടോ കേസ് കേട്ട്? ഓ, എന്തോ പറയാനാ, മൂപ്പീര് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഇനി വീട്ടിലെങ്ങും പോകാൻ പറ്റത്തില്ലെന്ന്. നേരെ അങ്ങ് പൂജപ്പുരയ്ക്കോ കണ്ണൂരോ പോകേണ്ടി വരുമെന്ന്. ദേ, കുഞ്ഞു ചെന്ന് പപ്പയോട് ചോദിക്കണം, അതായത് മണപ്പുറത്തെ ജോസഫ് മണവാളനോട്, ഈ മേക്കാടൻ ആരാന്ന്. അറിയാം മിസ്റ്റർ മേക്കാടൻ, ഒരുപാട് കേട്ടിട്ടുണ്ട് ആൻസിയ കഥകള്. മേക്കാട്ട വീട്ടിന്ന് പെണ്ണിനെ വിളിച്ചിറക്കിയ പപ്പായുടെ ദുരിതം ഒരായുസ് മുഴുവൻ നീളാഞ്ഞത് കർത്താവിന്റെ കരുണ കൊണ്ടാ. ഭൂമി കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയപ്പോ കർത്താവായിട്ട് അതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കി. അങ്ങോട്ടങ്ങ് വിളിച്ച് മുറിയിലെ കട്ടില് തുണി ചുരുട്ടിയിട്ട പോലെ കിടക്കുന്ന എന്റെ മമ്മായെ കണ്ട് കരള് നൊന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 6 വയസ്സുള്ളപ്പോ ഈ ആൻസി, കർത്താവേ ഈ പരീക്ഷണം അങ്ങ് അവസാനിപ്പിച്ചുടായോന്ന്. അന്നു മുതലേ തുള്ളി വീണ ധരിച്ചെടുക്കാൻ നടക്കുന്ന തന്നെയല്ല, മമ്മയുടെ കുഴിയിലിടാൻ ഒരു പിടി മണ്ണുമായിട്ട് കാത്തിരുന്ന് മേക്കാട്ടെ വലിയ തോമാച്ചനെ തന്നെയാ ആൻസിക്കറിയുന്നേ. ഡോ, താൻ പോയി തന്റെ പണി നോക്ക്. എടി പെങ്കൊച്ചേ, നിന്ന് വിളങ്ങല്ലേ. അടയ്ക്കാമരത്തിന്ന് തേങ്ങാ പറിച്ചെടുക്കാൻ പറ്റത്തില്ലടി. അതെ, എരണക്കേട് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എന്റെ ശരിക്കുള്ള നില നീ അറിയും. മേക്കാട്ടുന്ന കിട്ടിയെ മേടിച്ച് കണ്ണുമടച്ച് വല്ല തെമ്മാടിക്കുഴിയിലും പോയി കിടന്നോണം. അല്ലാതെ കൂടുതൽ ഓവർ സ്മാർട്ട് ആകാൻ നോക്കിയാലേ മമ്മയുടെ ഗതി തന്നെ ആയിരിക്കും നിനക്ക് വരുന്നത്. മേക്കാടനാ പറയുന്നത്, ഓർത്തോ നീ. തന്റെ എരണംകെട്ട ഭാഷ മേക്കാട്ട പെണ്ണുങ്ങളോട് മതി. ആൻസി, ആൻസി, മതി, നമുക്ക് പോവാം. ആൻസി, ആൻസി, അടുത്തിരുന്ന മേല് തണുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ വീട്ടില്, അഭ്യാസമൊക്കെ അവിടെ വരെ മതി. അല്ലാതെ ഇപ്പൊ നീ പൊയ്ക്കോ. പക്ഷേ മേക്കാടൻ ആരാണെന്ന് അറിയിക്കുന്നില്ല ഞാൻ. ആൻസി, ഞാൻ പറയുന്ന കേക്ക്. ആൻസി, വേണ്ട. കേറങ്ങോട്ട്. വരണം വരണം റസ്യ. എനിക്കറിയാമായിരുന്നു റസ്യ വരുമെന്ന്. ഇങ്ങോട്ട് വന്നാട്ടെ, വന്നാട്ടെ, മടിക്കണ്ട. അതെ, നമ്മൾ പരിചയമില്ലാത്തവരൊന്നും അല്ലല്ലോ. ഇരിക്കേ. എന്താ കുടിക്കാൻ എടുക്കണ്ട? തണുത്ത വല്ലതായിരിക്കും നല്ലത്, അല്ലയോ? എന്തൊരു ചൂടാ, അകത്തും പുറത്തും ചൂടാ നമ്മളെ പോലുള്ളവർക്കേ. ഞാൻ പറഞ്ഞത് നമ്മൾ വക്കീലന്മാരുടെ പാടിനെ കുറിച്ചാ. വല്ലവരുടെയും കേസിനും വക്കാണത്തിനും തമ്മിലടിക്കുന്നത് നമ്മളാ. കിടന്നുകൂവിയും തൊള്ളകീറിയും നമ്മൾ പാടുപെടും. വാദിയായാലും പ്രതിയായാലും അവന്മാർ നമ്മളെ കേസേൽപ്പിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ വാദിയും പ്രതിയും ഒരുമിച്ചിട്ട് ചീട്ട് കളിക്കുമായിരിക്കും. അപ്പോഴാ നമ്മൾ തമ്മി തോപ്പിക്കാനുള്ള പോയിന്റും ആലോചിച്ച് തല പോയിക്കുന്നേ. അല്ല, ഞാൻ പറഞ്ഞത് സത്യം. നമ്മൾ മാത്രമല്ല, ഈ പോലീസുകാരുടെ കാര്യവും അങ്ങനെ തന്നെ.
റസി ഇരുന്നേ, ഇരിക്കന്ന. കുടി. അല്ലേ, ഇപ്പൊ റസിയയുടെ ആമ്പടന്നോന്റെ കാര്യം തന്നെ അങ്ങ് എടുത്താട്ട്. വല്ല കാര്യമുള്ള കേസാണോ അത്? പരാതിക്കാര് പോലും ഇല്ലാതെ കുത്തിപ്പൊക്കി ഒരു കേസും കൊണ്ട് വല്ല കാട്ടിലും കയറി കിടക്കേണ്ട ആവശ്യമുണ്ടോ അയാൾക്ക്? പിന്നെ വനവാസം ജാതകാസ്പദമാണ്. സാക്ഷാ ശ്രീരാമേന്ദ്രനെ കണ്ടില്ലേ? എന്തിനാ? നളൻ, പാണ്ഡവന്മാര്, അതാ. പക്ഷെ അതുപോലല്ല കേസ് ഇത്. ഇതിപ്പോ അയാൾ തന്നെ വിചാരിച്ചാൽ തീർക്കാവുന്ന വനവാസമേ ഉള്ളൂ. അത് റസിയ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് പറ്റണം റസിയയ്ക്ക്. അത് പത്നിധർമ്മമാണ്. ഭർത്താവിന് ആപത്തുണ്ടാവുമെങ്കിൽ അയാൾക്ക് സദ്ബുദ്ധി ഓതേണ്ടത് ഭാര്യയുടെ കടമയാണ്. ആപത്തോ? എന്താ ആപത്ത്? അതെ, ആപത്ത് തന്നെ.